നമ്മൾ മലയാളികൾക്ക് ചലഞ്ചസും അഡ്വഞ്ചറും ഒക്കെ ഒരു കുറച്ച് പ്രത്യേക ഇഷ്ടം കൂടുതലാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു അഡ്വഞ്ചർ പ്രോഗ്രാം വരുവാണ്. ആൻഡ് ദാറ്റ് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഫൺ ഫെസ്റ്റ് അഡ്വഞ്ചർ ഒബ്സ്റ്റക്കിൾ പ്രോഗ്രാം. ആൻഡ് ദാറ്റ് ഈസ് മാഡിവേഴ്സ്. ടക്കേഷി കാസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മുടെ പോക ചാനലിൽ എക്സാക്ട്ലി ഇപ്പോഴും എൻ്റെ ഒരു ഏജിലും ഇപ്പൊ അമ്മൂൻ്റെ ഒരു ഏജിലും അതിൻ്റെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് കാണാതെ അത് സ്കിപ്പ് ചെയ്യില്ല. സോ അതിനൊരു നൊസ്റ്റാൾജിക് ഹുക്ക് ഉണ്ട്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മെയ്സ്, അതായത് ആ ഒരു ഒരുപാട് ഡോർസ് തുറന്നു പോകുന്ന അതിന്റെ റീക്രിയേഷൻ വരുന്നുണ്ട്. സിലിണ്ടർ റോൾ ഔട്ട്, ഒരുപാട് റോൾ ഔട്ടിന്റെ മുകളിൽ ജമ്പ് ചെയ്യുമ്പോൾ ഒരു ഇന്ത്യയിൽ ഇതുവരെ കാണാത്ത ഒരു കിഡിലൻ കോൺസെപ്റ്റ് ലൈനപ്പ് നമ്മളവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഞാനതിൽ റിലീവ് ചെയ്യുന്ന ഒരു പേരെന്താ വെച്ച് കഴിഞ്ഞാൽ സണ്ണി ലിയോൺ ആയിരിക്കും അതിന്റെ വൈൻഡ് അപ്പ് ഉണ്ടായിരിക്കും. ഫൈനൽ ഡേ സണ്ണി ലിയോന്റെ DJ ആയിരിക്കും അതിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി. സോ അതുപോലെ തന്നെ നമ്മൾ കാണാൻ കൊതിക്കുന്ന പല ആളുകളും അവിടെ ഉണ്ടായിരിക്കും. മാഡിയുടെ യൂണിവേഴ്സിലേക്ക് സണ്ണി ചേച്ചി വരുന്നുണ്ടെന്ന് കേട്ടല്ലോ. എക്സൈറ്റഡ്? ഹലോ, ഹായ്, വെൽക്കം ടു ജിജോ മീഡിയ. നമ്മൾ മലയാളികൾക്ക് ചലഞ്ചസും അഡ്വഞ്ചറും ഒക്കെ ഒരു കുറച്ച് പ്രത്യേക ഇഷ്ടം കൂടുതലാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു അഡ്വഞ്ചർ പ്രോഗ്രാം വരുവാണ്. ആൻഡ് ദാറ്റ് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഫൺ ഫെസ്റ്റ് അഡ്വഞ്ചർ ഒബ്സ്റ്റക്കിൾ പ്രോഗ്രാം. ആൻഡ് ദാറ്റ് ഈസ് മാഡിവേഴ്സ്. ആൻഡ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് അതിൻ്റെ ഫൗണ്ടറാണ് മിസ്റ്റർ ഫാസിൽ. ഹലോ ഫാസിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യസ് ഫസ്റ്റ് ഫൺ ഫെസ്റ്റ് അഡ്വഞ്ചർ ഒബ്സ്റ്റക്കിൾ അഡ്വഞ്ചർ ആണ് മാഡിവേഴ്സ്. എന്താണ് മാഡിവേഴ്സ്? അത് പറയാതെ. മാഡിവേഴ്സ് എക്സാക്ട്ലി നമ്മൾ മെൻഷൻ ചെയ്ത പോലെ ഫൺ ഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ അഡ്വഞ്ചർ. നമ്മുടെ നാട്ടിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഫിസിക്കൽ ഫിറ്റ്നസിനെയാണ്. ഇവിടെ ഫണ്ണിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഫണ്ണിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തോൽക്കാൻ പേടിയുള്ള ആളുകളാണ്. ഇപ്പം ഞാനായാലും അമ്മു ആയാലും തോൽക്കാൻ പേടിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മുന്നിൽ തോൽക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു കൈൻഡ് ഓഫ് അഭിമാന പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ നമ്മളൊരു ഫൺ എന്നുള്ളൊരു ഫാക്ടർ വരുമ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഫൈൻഡിങ് എനിക്കുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സോപ്പി ടർഫ് കൺസിഡർ ചെയ്യാം. നമ്മുടെ കസിൻസിൻ്റെ ഒക്കെ കൂടെ പോയി നമ്മൾ കളിക്കും. പക്ഷെ അവിടെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ആരും ഇതുവരെ സാഡ് ആയിട്ടില്ല. ഫണ്ണാണ് അത്. സോ ബേസിക്കലി ആ ഒരു മോട്ടിവേറ്റിലാണ് നമ്മൾ ഫൺ ഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ അഡ്വഞ്ചർ കൊണ്ടുവരുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്നുള്ള സെഗ്മെന്റ് ഇല്ല, പ്രീ ട്രെയിനിങ് എന്നുള്ള സെഗ്മെന്റ് ഇല്ല, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു 3.5 കോടി ജനങ്ങളെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം, വയറുള്ള ആളുകൾ ഒരുപാടുണ്ട്. അത് അവരുടെ ഒരു മിസ്റ്റേക്ക് അല്ല, ലൈഫ് സ്റ്റൈലാണത്. അപ്പോൾ അവർക്കും കൂടിയും ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഇതില്ലെങ്കിൽ മെജോറിറ്റി ആളുകളുടെ ഇതിലേക്ക് പങ്കെടുക്കാൻ പറ്റണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഈസി വേ. അവർക്കൊരു നല്ല ബേസ് ആയിരിക്കണം അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫൺ ഫാക്ടറോട് കൂടി തോൽക്കാൻ പേടിയുള്ള ആൾക്കാരനെ അത് എൻജോയ് ചെയ്യുന്ന രീതിക്ക് നമ്മളിത് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകതയിലാണ് ഇന്ത്യസ് ഫൺ ഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ അഡ്വഞ്ചർ നമ്മൾ പൊസിഷൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇനി ബിഫോർ മാഡിവേഴ്സിലേക്ക് ടൂ മച്ച് പോകുന്നതിന് മുന്നേ ഒരു ഫാസിലിൻ്റെ ഒരു ഇതിലേക്ക് വരാനുള്ള കാരണം ഉണ്ടാവുമല്ലോ. ഞാൻ ഇതിന് മുന്നേ നമ്മൾ അവിടെ ഇരുന്നപ്പോൾ പറയുണ്ടായി, യൂത്ത് പല രീതിയിലുള്ള ഓൺട്രപ്രണർഷിപ്പ് ട്രൈ ചെയ്യും, ഈവൻറ്റ്സ് ട്രൈ ചെയ്യും. പക്ഷേ ദിസ് ഇസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. സോ ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ദിസ്? സോ എനിക്ക് ബിഫോർ കമ്മിങ് ടു മാഡിവേഴ്സ് ഒരു റെഗുലർ പാറ്റേണുള്ള ലൈഫായിരുന്നു. ഞാൻ എക്സ്ട്രീംലി ഒരു IT ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന ഒരാളാണ്. കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ദെൻ IT ഇൻഫ്രാസ്ട്രക്ചറിൽ ഖത്തറിൽ 6 ഇയേഴ്സോളം ഞാൻ വർക്ക് ചെയ്ത് ദെൻ നാട്ടിൽ 2 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് എന്നും കിട്ടുന്ന ഒരു റെഗുലർ ആയിട്ടുള്ളൊരു പാറ്റേൺ. ആ പാറ്റേൺ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ ഒരു 9 to 5 ജോബ്, ആ ജോബ് കഴിഞ്ഞാൽ റൂമിലോട്ട് ടയേർഡായിട്ട് വരുന്ന ഞാൻ. സോ ദെൻ അത് കഴിഞ്ഞാലുള്ള ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് ഫെമിലിയറാണ്. അപ്പോൾ ഇത് എൻ്റെ മാത്രം തോട്ടാണോന്ന് അറിയാനാണ് ഞാൻ എല്ലാവരോടും സംസാരിക്കും. നന്നായിട്ട് എല്ലാവർക്കും സിമിലർ ഫേസസാണ്. അപ്പോൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് എന്തേലും ഒരു ബ്രേക്ക് പോയിന്റ് നമുക്ക് കൊണ്ടുവരണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് എൻ്റർടൈൻ സെഗ്മെന്റ്സ് ഉണ്ട്. നമ്മൾ മൂവി കാണാൻ പോകും, ട്രാവൽ ചെയ്യും, ചിലപ്പോൾ ചായ കുടിക്കാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും. റിപ്പീറ്റഡ് ഫോർമാറ്റാണ്. റിസോർട്ട്സ് എടുക്കും, സ്റ്റേക്കേഷൻ പോവും. അപ്പോൾ അത് റിപ്പീറ്റഡ് ആകുമ്പോൾ എന്തുകൊണ്ട് പുതിയൊരു സംഭവം നമുക്ക് കൊണ്ടുവന്നുകൂടാം? ഇപ്പോൾ ടക്കേഷി കാസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മുടെ പോക ചാനലിൽ എക്സാക്ട്ലി ഇപ്പോഴും എൻ്റെ ഒരു ഏജിലും ഇപ്പോൾ അമ്മൂൻ്റെ ഒരു ഏജിലും അതിൻ്റെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് കാണാതെ അത് സ്കിപ്പ് ചെയ്യില്ല. സോ അതിനൊരു നൊസ്റ്റാൾജിക് ഹുക്ക് ഉണ്ട്. സോ നമ്മൾ ആ ഫണ്ണ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഈ ടക്കേഷി കാസിലിൻ്റെ ഒരു മോട്ടിവേറ്റഡ് ബ്ലെൻഡ് ആയാലും എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. സോ നമ്മൾ വെസ്റ്റേണിൽ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. വൈപ്പ് ഔട്ട് USA, അതിലൊന്നും ഒരുപാട് ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള ആളുകളല്ല വരുന്നത്. എല്ലാ ബോഡി ടൈപ്പിലുള്ള ആളുകൾക്കും അതിൽ പങ്കെടുക്കാൻ പറ്റും.
സോ അതിലെല്ലാം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ബ്ലെൻഡാണ് മാഡിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആ ബ്രേക്ക് പോയിന്റിൽ ഒരു 2 years മുന്നേ ഇങ്ങനെ ഒരു ഐഡിയ സ്ട്രൈക്കായി. അത് എനിക്ക് സ്ട്രൈക്കായത് കറക്റ്റ് ആണോ എന്ന് അറിയാനാണ് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് ക്വിറ്റ് ചെയ്ത് നാട്ടിലോട്ട് വരുന്നത്. ദെൻ ഒരു ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ സ്റ്റേറ്റിലും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1 year സ്റ്റഡി ചെയ്ത് 2 yearsൻ്റെ ഒരു പ്രൊജക്റ്റാണ് ആക്ച്വലി ഇന്ന് കാണുന്ന ഒരു മാഡിവേഴ്സ്. ഫീസിബിലിറ്റി റിപ്പോർട്ട് നമ്മൾ റെഡിയാക്കി അതിൻ്റെ ബേസിൽ നമ്മളത് എക്സാക്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചു അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ മാഡിവേഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ടക്കേഷി കാസിൽ പറഞ്ഞുകൊണ്ട് എനിക്ക് ഓർമ്മ വരിക, പണ്ട് നമ്മൾ കസിൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇത് കാണുമ്പോഴേ എല്ലാവരും കൂടെ ഒരുമിച്ചോ ഇതൊക്കെ നമ്മുടെ ഇവിടെ വരുന്നത് പൊളിച്ചേനേടാ എന്ന് പറയുന്ന ഒരു കൂട്ടര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. സോ അത് ശരിക്കും ഇവിടെ നമ്മൾ ഇനി കാണാൻ പോവാണ് കൊച്ചിയിൽ അല്ലേ? എക്സാക്ട്ലി. അതായത് നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഇൻറ്റ്യൂഷൻ നമ്മൾ റിയൽ ലൈഫിലോട്ട് പുൾ ഓഫ് ചെയ്തു. നമ്മൾ ടി വിയിൽ മാത്രം കാണുന്ന ഒരുപാട് ഷോസ് ഉണ്ട്. വെസ്റ്റേൺ അഡോപ്ഷൻ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം നമുക്കിപ്പോഴും വെസ്റ്റേൺ ആയിട്ട് വരുന്ന ഒരുപാട് ന്യൂ ഐറ്റംസ് ഉണ്ട്. നമ്മൾ പഴയ പോഗോ ചാനൽ എടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ചാനൽസ് ഉണ്ട്. നമുക്കൊരു ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നു അവിടെ കമ്പയറിങ് ടു മലയാളം ചാനൽസ്. നമുക്ക് അവിടെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന ആ പ്രോഗ്രാംസ് റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന അതല്ലെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളൊരു സംഭവമുണ്ട്. അതായത് എനിക്കിത് പങ്കെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ ഒരു ഇൻറ്റ്യൂഷനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് കൂടെ. പിന്നെ മാത്രമല്ല നമ്മൾ ആ ടക്കേഷി കാസിൽ കാണുമ്പോൾ നമ്മൾ എന്താണ് കൂടുതൽ എൻജോയ് ചെയ്തത്? അവിടെ ഫെയിലിയേഴ്സാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ആ ഫെയിലിയേഴ്സ് എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് ആ ടൈമിൽ, അതായത് നമ്മുടെ ചെറിയ ടൈമിൽ നമ്മളെ എൻജോയ് ചെയ്യുന്ന ഫെയിലിയേഴ്സാണ്. പക്ഷെ നമ്മൾ വളരുമ്പോൾ അതിനോടൊപ്പം നമ്മുടെ മൈൻഡും മാറി തുടങ്ങി. കാരണം നമ്മൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ തുടങ്ങി. റിയൽ ലൈഫ് ഒബ്സ്റ്റക്കിൾസ് നമ്മൾ ഫേസ് ചെയ്യാൻ തുടങ്ങി. ആ ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യും തോറും നമ്മൾ ചിരിക്കാൻ മറന്നു തുടങ്ങി. ഫെയിലിയേഴ്സ് നമ്മൾ പേടിച്ചു തുടങ്ങി. അപ്പോൾ ഒരു കംബാക്ക്, നമ്മുടെ ചൈൽഡ്ഹുഡിലേക്കുള്ള നൊസ്റ്റാൾജിക് കംബാക്ക് ആണ് മാഡിവേഴ്സിലൂടെ നമ്മൾ വീണ്ടും കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, നൈസ്. അപ്പോൾ ഞാൻ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, നമ്മൾ ഈ മാഡിവേഴ്സിൻ്റെ ഉള്ളിൽ വരാൻ പോകുന്ന ഒരു കുറച്ച് കൈൻഡ് ഓഫ് ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയാമോ? നമുക്ക് ഇതിനൊന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പണ്ട് കണ്ടതിൻ്റെ അതൊക്കെ ഉള്ളതാണോ? ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മെയ്സ്, അതായത് ആ ഒരു ഒരുപാട് ഡോർസ് തുറന്നു അതിന്റെ റീക്രിയേഷൻ വരുന്നുണ്ട്. സിലിണ്ടർ റോൾ ഔട്ട്, ഒരുപാട് റോൾ ഔട്ടിന് നമ്മൾ ജമ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് കൂടെ വരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് 3 സെഗ്മെന്റിൽ, അതായത് നോർമൽ ആയിട്ടുള്ളതും മഡ് റിലേറ്റഡ് ആയിട്ടുള്ളതും വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ളതും സോൺ വൈസ് ആയിട്ടാണ് നമ്മുടെ ഒബ്സ്റ്റക്കിൾസ് വരുന്നത്. ഓരോ ഒബ്സ്റ്റക്കിൾസും ഓരോ രീതിയിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാരണം ഇതിനെല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അഡ്രിനൽ നമുക്ക് തരാൻ പറ്റും. നമ്മളൊക്കെ ചെറുപ്പത്തിലല്ലേ ചളിയിൽ കളിച്ചിട്ടുള്ളൂ. നമുക്കിപ്പോൾ ആരെങ്കിലും നമ്മൾ ഓപ്പൺ ആയിട്ട് പോയിട്ട് ചളിയിൽ കളിക്കത്തില്ല. അപ്പോൾ നമ്മളെ ആ കിഡിനെ ഒന്ന് ഇൻഡ്യൂസ് ചെയ്യാം. അവരുടെ ഒരു എന്താ പറയുക ചൈൽഡ്ഹുഡിലോട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് ഹുക്ക് ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആക്കുക. അതും കൂടി ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസിൽ ഒരു മോട്ടിവേഷൻ ആയിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ദ നെക്സ്റ്റ് തിങ് ആൾക്കാർ മിക്കവാറും ചിന്തിക്കുക ആർക്കൊക്കെ വരാൻ പറ്റും എന്നുള്ളൊരു കാര്യമായിരിക്കും. ആർക്കെല്ലാം വരാൻ പറ്റും? 16-17 വയസ്സുള്ള കുട്ടികൾക്ക് ഈസി ആയിട്ട് വന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ലീഗൽ സൈഡ് നമ്മൾ നോക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് മാത്രമാണ് 18 വയസ്സ്. അതല്ലാതെ കോംപ്ലക്സിറ്റി ബേസിലില്ല. കാരണം എന്താ, നമ്മളുടെ കിഡ്സിനെയാണ് നമ്മളവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കിഡ്സിനെ അവിടെ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ടഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഓഫർ ചെയ്യുന്ന ഒബ്സ്റ്റക്കിൾ റേസും നമ്മളെ ഒബ്സ്റ്റക്കിൾ റേസും നമ്മൾ വ്യത്യാസങ്ങൾ ഇല്ലാതായി പോകും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു ചിന്ത, മാഡിവേഴ്സ് വരാൻ പോകുന്നു, പീപ്പിൾ മൈറ്റ് ബി റെഡി ടു എക്സ്പീരിയൻസ് ഇറ്റ്. പക്ഷെ എന്ന് തൊട്ട് എന്ന് വരെ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ, ഇതിൻ്റെ ബാക്കി പരിപാടികൾ അതൊക്കെ ഒന്ന് പറയാമോ? ഷുവറായിട്ടും. ഇപ്പോൾ മാഡിവേഴ്സ് ആക്ച്വലി മെയ് 17 മുതൽ മെയ് 23 വരെയാണ് വരുന്നത്. 17 to 23. ദെൻ അത് കഴിഞ്ഞ് 24 അതിന്റെ ഗ്രാൻഡ് ഫിനാലെ വരുന്നത്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിമിലർ പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒബ്സ്റ്റക്കിൾ റേസ്, ലെറ്റ്സ് സേ ഒരു ഒബ്സ്റ്റക്കിൾ റേസ്, ആ ഒരു ഒബ്സ്റ്റക്കിൾ റേസിലോട്ട് പോയി, ആ ഒരു ഒബ്സ്റ്റക്കിൾ റേസ് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു. ഇതാണ് സെനാരിയോ. പക്ഷേ മാഡിവേഴ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് കോൺസെപ്റ്റ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിക്കറ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻറ്റിലോട്ട് അല്ലെങ്കിൽ ടിക്കറ്റ് നമ്മൾ എടുത്ത് മാഡിവേഴ്സിലോട്ട് വരുമ്പോൾ മാഡിവേഴ്സ് ഫസ്റ്റ് ഇനീഷ്യലി കാണുന്നത് ഒരു കിഡിലിനായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വൈസ് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരിക്കും. നമ്മളെ എൻട്രി ഗേറ്റ് മുതൽ എക്സിറ്റ് വരെ അഡ്രിനൽ റഷ് ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മളെ ബ്രെയിനിന് ഒരു കൈൻഡ് ഓഫ് ആക്ടിവിറ്റി ഉണ്ട്. നല്ല കളേഴ്സ് കാണുമ്പോൾ നമ്മളെ ബ്രെയിൻ ഇൻഡ്യൂസ് ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക് സ്മൈൽ ചെയ്യും. അപ്പോൾ കളേഴ്സിന്റെ ഒരു ഫ്യൂഷനാണ് മാഡിവേഴ്സിൽ ഉണ്ടായിരിക്കുക. കണ്ണിനും അതുപോലെ തന്നെ ആക്ടിവിറ്റീസിലും അതുപോലെ തന്നെ ഫിസിക്കലായിട്ടും അവർക്ക് മാക്സിമം എങ്ങനെ എൻഗേജ്ഡ് ആക്കി അവരെ മാറ്റാൻ പറ്റും. അതാണ് മാഡിവേഴ്സിന്റെ ഒരു കോൺസെപ്റ്റ് വൈസ് വരുന്ന ഒരു സെനാരിയോ.
മാനുവേഴ്സിലോട്ട് ഞാൻ കടന്നു. എനിക്ക് ഓബ്സ്റ്റക്കിൾ റേസ് ഞാൻ പങ്കെടുത്തു. ആ ഓബ്സ്റ്റക്കിൾ ഗ്രൗണ്ട് തന്നെ നമ്മൾ ആ രീതിക്കാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പലരും ഓബ്സ്റ്റക്കിൾ കോഴ്സിൽ പങ്കെടുത്ത ആളുകളുണ്ടാവും. ഒരു ഡെസേർട്ട് എഫക്റ്റ് ആണ് ഒരു ഒബ്സ്റ്റക്കിൾ റേസിന് പോയി കഴിഞ്ഞാൽ കിട്ടുക. അതൊരു പ്ലെയിൻ ഗ്രൗണ്ടിൽ സർട്ടൻ ഒബ്സ്റ്റക്കിൾസ് വെച്ചിട്ട് അവിടെ റൺ ചെയ്യിക്കുന്ന ഒരു പ്ലെയിൻ ഡെസേർട്ട് എഫക്റ്റ് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഓഫർ ചെയ്യുന്നത് അവിടെ ഓടുന്ന ഓരോ ആളുകളും അത് എൻജോയ് ചെയ്യും. ആ ഒരു രീതിക്കാണ് നമ്മൾ ആ ഗ്രൗണ്ട് വരെ സെലക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ആ ഒബ്സ്റ്റക്കിൾ റേസ് കഴിഞ്ഞ ആൾ നേരെ പോകുന്നത് ഒരു കൈൻഡ് ഓഫ് റെയിൻ വാട്ടർ ഷോയ്ക്കാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ അതിൽ പങ്കെടുത്തു. ഞാൻ പങ്കെടുത്ത് ചിലപ്പോൾ എനിക്ക് ഒരു നെഗ് ഉണ്ടാവും, പക്ഷേ എനിക്കത് ചെയ്യായിരുന്നു, എനിക്ക് പറ്റിയില്ല. അവർ നേരെ നമ്മളൊരു വാട്ടർ റെയിൻ പാർട്ടിയിലോട്ടാണ് കടത്തി വിടുന്നത്. കഴിഞ്ഞ വഴിക്ക് അതിലോട്ടാണ് കയറ്റി വിടുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് അവരുടെ കംപ്ലീറ്റ് ആ വിഷമങ്ങൾ അവിടെ നമ്മൾ ഇറക്കി വെപ്പിച്ചതിന് ശേഷം അവർ പുറത്തോട്ട് ഇറങ്ങുള്ളൂ. ഇനി അവർ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലോ നമ്മളൊരു ഹ്യൂജ് ഇവന്റ് ഏരിയ നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഫ്ലീ മാർക്കറ്റ്സ് ആയാലും ഫുഡ് കോർട്ട്സ് ആയാലും ആക്ടിവേഷൻസ് ആയാലും അതുപോലെ തന്നെ കൈൻഡ് ഓഫ് കോൺസേർട്സ്. ഒരു ഇന്ത്യയിൽ ഇതുവരെ കാണാത്ത ഒരു കിഡ്ലൻ കോൺസെപ്റ്റ് ലൈനപ്പ് നമ്മളവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഞാനതിൽ റിലീവ് ചെയ്യുന്ന ഒരു പേരെന്താ വെച്ച് കഴിഞ്ഞാൽ സണ്ണി ലിയോൺ ആയിരിക്കും അതിന്റെ വൈൻഡ് അപ്പ് ഉണ്ടായിരിക്കുക. ഫൈനൽ ഡേ സണ്ണി ലിയോന്റെ DJ ആയിരിക്കും അതിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി. സോ അതുപോലെ തന്നെ നമ്മൾ കാണാൻ കൊതിക്കുന്ന പല ആളുകളും അവിടെ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഫൺ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, അതിന്റെ കൂടെ ഫ്ലീ മാർക്കറ്റ്സ് ഉണ്ട്, ആൻഡ് വി ഹാവ് ദ കോൺസേർട്സ്. അപ്പോൾ ഈ കോൺസേർട്സിൽ ഇതേമാതിരി ഇപ്പം ഐ തിങ്ക് കൊച്ചി കത്തും സണ്ണി ലിയോണി DJ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ വേറെ എന്താ നമുക്ക് സർപ്രൈസിങ് എലമെന്റ്സ് നിങ്ങൾ തരാനുള്ളത്? സോ എക്സ്ട്രീംലി ആളുകൾക്ക് അഡ്രിനാൽ റഷ് കിട്ടുന്ന എല്ലാ എലമെന്റ്സും, അതായത് സർപ്രൈസിങ് എലമെന്റ്സ്, നമ്മളിത് ഔട്ട് ചെയ്യാത്ത സർപ്രൈസിങ് എലമെന്റ്സ് ഒരുപാട് ഉണ്ട് അതിൽ. സോ ഈ ഒരു 1499 എന്നൊരു ടിക്കറ്റ് പ്രൈസിൽ വരുന്ന ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ ഒരു 100x ആയിരിക്കും നമ്മുടെ ഡെലിവറി ഉണ്ടായിരിക്കാം. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് സൂപ്പർ അല്ലേ. ഈ 1499 ആണ് നിങ്ങൾ ഈ ഫൺ ഗെയിമും എൻട്രി ടു ദ ഫ്ലീ മാർക്കറ്റ് പ്ലസ് കോൺസേർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നൈറ്റ് ടൈം ഉണ്ടോ നമുക്ക് എങ്ങനെയാ? സോ ഒബ്വിയസ്ലി ഒരു 7:30 മുതലാണ് നമുക്ക് ഈ കോൺസേർട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം എൻജോയ് ചെയ്ത് ടയേർഡായി നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ അവർക്ക് ഒന്നുകൂടി ഒരു അഡ്രിനാൽ റഷ് കൊടുക്കുന്ന ഒരു ഹൈ കൊടുക്കുന്ന ഒരു സെഗ്മെന്റ് 7:30 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സോ അതൊരു സെപ്പറേറ്റ് സെഗ്മെന്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഒബ്സ്റ്റക്കിൾ റേസിന് ഒരു സെഗ്മെന്റ് ആയിട്ടും അതുപോലെ തന്നെ ഈ ഒരു കോൺസേർട്ട് ഏരിയ സെപ്പറേറ്റ് സെഗ്മെന്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഫുഡ് സ്റ്റോൾസും ഉണ്ടാവും ഇൻ ബിറ്റ്വീൻ ഓൾ ദിസ് അല്ലേ? യെസ്, ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരിക്കും. ഫ്ലീ മാർക്കറ്റ്സ് അവർക്ക് അവിടെ ഇരുന്ന് റിലാക്സ് ആയിട്ട് ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനും അതിൽ തന്നെ ആംബിയൻസ് മ്യൂസിക് ആയിട്ടുള്ള ലൈവ് പെർഫോമൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 17 to 23 ആണ് നമ്മുടെ ഡേറ്റ് വരുന്നത്. 24 ഗ്രാൻഡ് ഫിനാലെ. ടൈമിങ്സ് വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ 6:30 to 7:30 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1 hour അല്ല അവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ടൈം. ഓക്കെ, അതായത് 6:30 to 7:30 എന്ന് പറയുമ്പോൾ ഒരു കോമ്പറ്റീഷൻ മൈൻഡിലോട്ട് നിങ്ങൾ വരികയാണെങ്കിൽ, ഇൻ കേസ് നിങ്ങളൊരു മെൻ സെഗ്മെന്റിലാണെങ്കിൽ 1 hour-ഉം വുമൺ സെഗ്മെന്റിലാണെങ്കിൽ 1 hour 15 minutes ആയിരിക്കും നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടുന്ന ടൈം. കാരണം ആ ടൈം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫിനാലോട്ട് ആളുകൾ നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ 1 hour നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒബ്സ്റ്റക്കിൾസിന്റെ ബേസിൽ, അതായത് ടൈമിന്റെയും ഒബ്സ്റ്റക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഒബ്സ്റ്റക്കിൾസ് എക്സാക്ട്ലി പോയിന്റ്സിന്റെയും ബേസിലായിരിക്കും ഫിനാലോട്ട് നിങ്ങൾ ഓപ്റ്റ് ചെയ്യപ്പെടുക. സോ അതിന് വേണ്ടിയിട്ടാണ് ആ 1 hour ടൈം വെച്ചിട്ടുള്ളത്. പക്ഷേ എനിക്കിപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ അല്ല, എനിക്കത് എൻജോയ് ചെയ്യണം, കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യണം. നിങ്ങൾ 10 hours എടുത്തോ ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ടൈം അലോട്ട് ചെയ്യുന്നതിനനുസരിച്ചല്ല ഒബ്സ്റ്റക്കിൾസ് ഇതാക്കുന്നത് അല്ല. ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം കൺസ്ട്രെയിൻസ് വരുന്നത് അത് കോമ്പറ്റീഷനായി എടുക്കുന്ന ആളുകൾക്ക്. എക്സാക്ട്ലി. ഇപ്പോൾ 15,000 50,000 ഈച്ച് മെൻ ആൻഡ് വുമൺ നമ്മൾ കൊടുക്കുന്നുണ്ട് ബെസ്റ്റ് ഫിനിഷേഴ്സിന്. സോ അത് ആ ഒരു ടൈമിൽ ഫിനിഷ് ചെയ്ത ആളുകൾക്കാണ്. ഇപ്പോൾ അത് എൻജോയ് ചെയ്യാൻ വരുന്ന ആളുകളുണ്ടാവും ഫാമിലി ആയിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കപ്പിൾസ് വരുന്നുണ്ട്, അവർക്ക് ഒരു ചെറിയ കിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് അതിയായ ആഗ്രഹം ഉണ്ടാവും ഇതിൽ പങ്കെടുക്കണം എന്നുള്ളത്. പക്ഷെ അവരെ കിഡിനെ ആര് ടേക്ക് ഓവർ ചെയ്യും? കാരണം കിഡ്സിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് സോൺ വരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അവർ ഔട്ടിംഗ് ഫോർമാറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ മൈൻഡും ഫിസിക്കും എല്ലാം റീഫ്രഷ് ചെയ്ത് അവർക്കൊരു പുതിയ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഡേ നമ്മൾ ഓഫർ ചെയ്യും. അപ്പോൾ ഞാനായാലും അമ്മയായാലും ഹാപ്പി ആയിരിക്കാനാണ് കൂടുതലും ആഗ്രഹിക്കുക. അപ്പോൾ നമ്മൾ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ എന്തിനാണ് കൂടുതൽ ആളുകളിലായിട്ട് ഇറങ്ങിച്ചെന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ചിന്തിക്കുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിരിക്കണം, ഫൈനാൻഷ്യലി നമ്മൾ ഹാപ്പി ആയിരിക്കണം, അതുപോലെ ഇൻഡിപെൻഡൻ്റ് നമ്മൾ ഹാപ്പി ആയിരിക്കണം. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഈ വർക്ക് പ്രഷറിൻ്റെ ഇടയിൽ നമ്മൾ ചില ടൈമിൽ ചിരിക്കാനൊക്കെ മറന്നു പോകും.
സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ അങ്ങനെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, അതായത് ഒരാളെ നമുക്ക് ചിരിപ്പിക്കാനും ഹാപ്പി ആക്കി വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൈൻഡ് ഓഫ് എന്താ പറയുക, പേഴ്സണൽ ലൈഫ്, കോർപ്പറേറ്റ് ലൈഫ്, അതല്ലെങ്കിൽ അവരുടെ ഒരു വർക്ക് കൾച്ചർ, അതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്കുള്ള ടെൻഷൻസ് ആയിരിക്കില്ല അമ്മൂനുണ്ടായിരിക്കുക. അപ്പോൾ നമുക്കത് അനലൈസ് ചെയ്ത്, ഒരാൾ അനലൈസ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഹൈലി ഇമ്പോസിബിൾ. സോ ഇവിടെ വരുന്ന ഒരാൾ, അതല്ലെങ്കിൽ മാഡിവേഴ്സിലോട്ട് ഒരാൾ വരുന്നുണ്ടെങ്കിൽ ആളെ നമ്മൾ ഹാപ്പി ആക്കിയിട്ടേ വിടുള്ളൂ. അത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ആളുകളെ ഹാപ്പി ആക്കാനാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റും. ഇപ്പം നമ്മൾ ഇത്ര എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് ഉണ്ടായിരിക്കും എന്നാൽ ഇതിനൊന്ന് പോയി കളയാമെന്ന് ചിന്തിക്കുന്നത്. ബിക്കോസ് ഞാൻ പറഞ്ഞ ഒരു മലയാളികൾക്ക് ഇഷ്ടമാണ് ന്യൂ തിങ്സ് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വാട്ട് വിൽ ബി ദ എൻട്രി ഫീ? എങ്ങനെയായിരിക്കും നിങ്ങൾ ചെയ്യുക? അതിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും? ഓക്കെ, സോ എൻട്രി ഫീൽ വരുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ നമ്മളോട് ഓപ്പൺ ആയിട്ട് പറയാം, ഫീസിബിൾ ആയിരിക്കണം ഈ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഓഫർ ചെയ്ത് കഴിഞ്ഞാലും സാധാരണ ഒരു നോർമൽ ആളുകൾക്ക് ഇത് ഫീസിബിൾ ആയിരിക്കണം. ഫീസിബിലിറ്റി ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ടിക്കറ്റഡ് ഇവൻറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്. അപ്പോൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ 2000 ആണ് ടിക്കറ്റിന് വെച്ചിട്ടുള്ളതെങ്കിലും ഏർലി ബേർഡ് ഓഫേഴ്സ് റണ്ണിങ്ങിലാണ്. ബൾക്ക് ബുക്കിങ്ങിന് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൈസിങ്ങും അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1500 ഒരാൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇനീഷ്യലി അവർക്ക് കിട്ടുന്ന ഒരു വെൽക്കം കിറ്റ് ഉണ്ട്. അപ്രോക്സിമേറ്റ് ഒരു 700 to 800 വർത്തായിട്ടുള്ള ഒരു വെൽക്കം കിറ്റ് അവർക്ക് ഉണ്ടാവും. അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരിക്കും. അത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ടിക്കറ്റഡ് ഇവൻറ്റിലോട്ട് വരികയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എറണാകുളം കൺസേർട്ട് ചെയ്യുക, ലെറ്റ്സ് എറണാകുളം ഒരു മ്യൂസിക് കൺസേർട്ടിന് നമ്മൾ പോകുമ്പോൾ 499 മുതൽ 2000 വരെ നല്ല ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഷോ കാണണമെങ്കിൽ ചാർജസ് ഉണ്ട്. സോ ഈ 1499 എക്സ്ട്രീംലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ 1499 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഫിസിക്കൽ ഫിറ്റ്നസ്സുള്ള ഒരുപാട് ഷോസിനെ പറ്റി ഞാൻ സംസാരിച്ചു. അതിൻ്റെ എല്ലാം 2x ആണ്. ഇപ്പം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടിക്കറ്റിങ്ങിൻ്റെ 2x ആണ് അതിൻ്റെ എല്ലാം ടിക്കറ്റ് പ്രൈസ് വരുന്നത്. ഇത്രയും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിക്ക് പോലും അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ മലയാളികൾ, അതല്ലെങ്കിൽ നമ്മൾ കേരളക്കാർ പറയുമ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിരിക്കണം, ഫീസിബിൾ ആയിരിക്കണം. മാത്രമല്ല എനിക്ക് ആ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയേ എനിക്ക് മുതലാവണം, എന്നാലും മാത്രമേ ഞാനത് എടുക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ടിക്കറ്റ് എടുത്ത് വരുന്ന ഒരാൾക്ക് അത് മുതലാവും. അതിനുള്ള എക്സ്ട്രീം ലെവലിലുള്ള സംഭവങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് അന്നേ ദിവസത്തെ ആ ഒബ്സ്റ്റിക്കിൾ റേസ് കൂടാതെ ഞാൻ പറഞ്ഞ ആ ഒരു ഇവന്റ്, എക്സാക്ട്ലി ആ ഇവന്റ് ഫ്ലോ അതങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പം ഞാൻ 23 ഞാൻ ബുക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഒബ്സ്റ്റക്കിൾസും ഐ ക്യാൻ ഗോ ത്രൂ ഒബ്സ്റ്റക്കിൾസ്. പിന്നെ ഫ്ലീ മാർക്കറ്റ് ആണെങ്കിൽ ഫ്ലീ മാർക്കറ്റ്, കോൺസേർട്ട് ആണെങ്കിൽ കോൺസേർട്ട്, ആൻഡ് ദ മെയിൻ തിങ് എന്താ റെയിൻ പാർട്ടി, എന്താ റെയിൻ ഷോ പാർട്ടി, എവറിത്തിങ് ഈസ് ദേർ. ഓക്കെ, നൈസ്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നിങ്ങളുടെ പേജ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നിങ്ങൾ എന്തുകൊണ്ടാണ് ടോവിനോനെ നിങ്ങളുടെ ബ്രാൻഡ് നെയിം റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നത്? അതെന്തായിരുന്നു? മലയാളത്തിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ ആണ്. നമുക്ക് അറിയാം ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് യൂണിവേഴ്സിലെ മെമ്പറാണ്. അപ്പൊ ഇപ്പോഴും പാൻ ഇന്ത്യ ലെവലിൽ ടോവിനെ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലാണ് നമ്മളൊക്കെ അറിയപ്പെടുന്നത്. സോ ഇവിടെ നമ്മളിത് യൂണിവേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ ടോവിയാണ്. മാത്രമല്ല നമ്മൾ ഈ കോൺസെപ്റ്റ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈസ് വെരി എക്സൈറ്റഡ്. സോ നമുക്ക് ആ ഒരു സംഭവം ചെയ്യാം എന്നൊരു സംഭവത്തിൽ വന്നു. പിന്നെ സാനോ ടു ട്രാക്സ് എന്നൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് മാഡിവേഴ്സ് പൊസിഷൻ ചെയ്തിട്ടുള്ളത്. സോ ആൾ അതിനും കൂടിയും വളരെ നല്ല രീതിക്ക് നമുക്ക് സപ്പോർട്ടീവ് ആയിരുന്നു. സോ ആളുകൾക്ക് അത് നല്ല രീതിക്ക് കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഇവന്റ് എല്ലാവരിലേക്ക് എത്തിയിട്ടുണ്ട്. ആക്ച്വലി ടോവിനോ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു മോഡലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, അതും ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. ദിസ് ഇസ് ദ എന്താ പറയാ ഒരു മോഡൽ, ഇന്ന മിനിയേച്ചർ വേർഷൻ, അതൊക്കെ കണ്ടിട്ട് ഹൗ വാസ് ഈസി ഗോയിങ് ടു കം ഓൺ ദാറ്റ് ഡേ? ആള് ഒരുപാട് ഒബ്സ്റ്റക്കിൾസിനെ ജഡ്ജ് ചെയ്തു. ഇപ്പോ രഞ്ജിനിയും ടോവിഡിയും രസകരമായിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ സം ഓഫ് ദം നമുക്ക് ആള് പറയുന്ന പോലെ സം ഓഫ് ദം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെ? അങ്ങനെ അതായത് ഇപ്പൊ ഹോപ്പ് സ്കോച്ച് എന്ന് പറഞ്ഞൊരു ചെറിയ സംഭവം ഉണ്ട്. നമ്മളെ ബ്രെയിനെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു സംഭവം. അതൊരു മെയിൻ ഒബ്സ്റ്റക്കിൾ അല്ല, അത് നമ്മൾ ഇടയിൽ ഒരു ആക്ടിവിറ്റി പോലെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളെ ഹോപ്പ് സ്കോച്ചിന്റെ ഡിഫറൻസ് നമ്മുടെ ബ്രെയിനും നമ്മുടെ മൈൻഡും ബോഡിയും എല്ലാം അറ്റ് എ ടൈം വർക്ക് ആവണം. അപ്പോൾ ഒരു എഞ്ചിനീയർ ചോദിക്കുന്നുണ്ട് ഇത് ഈസി അല്ലേ? അപ്പോൾ ടോയ് പറയുന്നുണ്ട് അത്ര വലിയ ഈസി ഒന്നും അല്ല. കാരണം വെച്ചാൽ കൺഫ്യൂസിങ് ആണ്, നമ്മൾ ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറച്ച് ട്രിക്കി സാധനങ്ങൾ അതിലുണ്ട്. ഓക്കെ, നൈസ്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഫിനിഷറിന് 50,000 പറഞ്ഞ മാതിരി ഫിനാലേക്ക് നിങ്ങൾ 5 lakhs ആണോ കൊടുക്കുന്നത്? ഫോർ മെൻ ആൻഡ് വുമൺ 5 lakh സെപ്പറേറ്റ് 5 lakh വെച്ചിട്ട്. പക്ഷെ അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ അല്ല, എല്ലാവരും ടുഗദർ ആണ്
അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മെന്നും വുമണും ഒരുമിച്ചാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷെ അവർക്ക് നമ്മൾ മോണിറ്റർ ചെയ്ത് അവരെ ഗിഫ്റ്റിംഗ് വരുന്നത് സെപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് പാസ് ഓൺ ആവണമെങ്കിൽ, അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാവുമല്ലോ. അതെന്താണ് ആസ് എ ഫൗണ്ടർ ഫാസിലിന് തോന്നുന്നത്? ക്രാക്ക് ചെയ്യണമെങ്കിൽ യു ഷുഡ് കം വിത്ത് ദിസ് ഐഡിയാസ് എന്ന് പറയുകയാണെങ്കിൽ. സോ ആക്ച്വലി ഇവിടെ കുറേ ഷോസ് നടക്കുന്നത്, ഞാൻ പറഞ്ഞ പോലെ ഫിസിക്കൽ ഫിറ്റ്നസ് ഷോസ് നടക്കുന്നത്, അത് നമുക്ക് ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ, എക്സ്ട്രീം ലെവലിൽ ഇന്റൻസീവ് ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഇതിനായിട്ട് ട്രെയിനിങ്ങിന് പോവാറില്ല. നമ്മളെ ഒരു സ്പെഷ്യാലിറ്റി, നമുക്ക് ഇതിന് ട്രെയിനിങ് വേണ്ട. ഓക്കെ, ഇപ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ വരികയാണെങ്കിൽ മേ ബി ഹി വിൽ ബി സ്ലിപ്പ് ഇൻ ദ സ്ലിപ്പറി വാട്ടർ. ഇല്ല, അവിടെ എന്ത് സംഭവിക്കുന്നുള്ളത് ട്രെയിനിങ് എടുത്ത ഒരാൾക്ക് പറ്റില്ല. കാരണം വെച്ചാൽ അത് നോർമലി സ്ലോപ്പ് ആണെങ്കിൽ ആൾക്ക് അത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഫിസിക്കൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ടാക്കിൾ ചെയ്യാന്നുള്ളൊരു മൂഡ് വരും. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മുടെ ഒരു വാട്ടർ സോണിൽ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ മെക്കാനിക്കൽ ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. ഇപ്പോൾ റൊട്ടേറ്റിംഗ് പോൾസ് എന്ന് പറഞ്ഞ പോലെ. എക്സാക്ട്ലി. അപ്പോൾ അതിലോട്ട് വരുന്ന സമയത്ത് ആ മെക്കാനിക്സിൽ അല്ലെങ്കിൽ ആ ടൈമിൽ എടുക്കുന്ന ക്വിക്ക് ഡിസിഷനാണ് ആളുടെ ആ ഒരു ഒബ്സ്റ്റക്കിൾ ഓവർകം ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ. സോ മേ ബി ആ ജഡ്ജ്മെന്റ് റോങ് ആണെങ്കിൽ ഹി വിൽ ബിൻ ഫെൽ ഇൻ ടു ദ വാട്ടർ, റൈറ്റ്? സോ നമുക്ക് ട്രിക്കി ആയിട്ടുള്ള സാധനങ്ങൾ അത് മുന്നേ തന്നെ നമുക്ക് ഒരു പ്രീ ട്രെയിനിങ് എടുക്കേണ്ട സംഭവമല്ല. അല്ല, ഓൺ ദ സ്പോട്ട് കുറച്ച് ടൈമും സ്പീഡും ഒക്കെ നമ്മൾ തന്നെ അതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ജഡ്ജ് ചെയ്യണം. നമ്മൾ പ്രീ ജഡ്ജ് ചെയ്തിട്ട് വേണം അതിലോട്ട് പോകാൻ. മേ ബി നമുക്ക് എന്താ പറയുക, പ്രീ ട്രെയിനിങ് കൊടുക്കുന്ന സെഗ്മെന്റ് ആണെങ്കിൽ അതിലൊരു ഫൺ ഉണ്ടാവില്ല, ഒരു സസ്പെൻസ് ത്രില്ലർ ഇല്ല അതിൽ. സോ നമ്മൾ അവിടെ വരുന്ന ആൾക്ക് ഒരു സസ്പെൻസ് തന്നെയാണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ ആം ഇൻ ടു ദ ഗെയിം എന്നുള്ള മൂഡിലാണ്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഒരു കാറ്റഗറി ഉണ്ടാവില്ലേ, സ്റ്റാർട്ടിങ് ലെവൽ, പിന്നെ മീഡിയം ലെവൽ, പിന്നെ ഹൈ എൻഡ്, അങ്ങനെ അതെങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്തത്? ആ രീതിക്കാണോ നിങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്? അതായത് കുറച്ച് ഈസി ഫേസ് അങ്ങനെ ഉണ്ടോ? അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അൾട്ടിമേറ്റ്ലി ഇത് കോമ്പറ്റീഷൻ ആയിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. സോ ആ ഒരു ലെവൽ സെഗ്മെന്റ് ആ രീതിക്ക് തന്നെയാണ് വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നോർമൽ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും, മഡ് ഉണ്ടാവും, മഡ് കഴിഞ്ഞാൽ വാട്ടർ ഉണ്ടാവും. സോ സോൺ വൈസും ആ ഒബ്സ്റ്റക്കിൾസ് അങ്ങനെ തന്നെയാണ് അവർ കൺസീവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഫാസിൽ, ഇതിൻ്റെ ഒരു ടഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇപ്പോൾ ടഫസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് തന്നെ ഒരു കൈൻഡ് ഓഫ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നത്. അതായത് ടഫ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അത് കൺസീവ് ചെയ്യാം, ഫിസിക്കൽ ഫിറ്റ്നസ് വേണ്ടി വരും. ടഫസ്റ്റ് അല്ല, ഏസും ട്രിക്കി ആയിട്ടുള്ള ഒരു ഒബ്സ്റ്റക്കിൾസ്. അതിൽ 2-3 ഒബ്സ്റ്റക്കിൾസ്, ട്രിക്കിയുള്ള ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ നമ്മൾ മോട്ടോർ ബേസ്ഡ് ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് ആയിരിക്കും ഒന്നും കൂടി ട്രിക്കി ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കിടന്ന് നമ്മള് ടക്കിഷി കാസിലാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സാധനം, ഒരു റോഡ് ഇങ്ങനെ വന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുണ്ട്. പിന്നെ വൈപ്പൗട്ട് യുഎസ്എന്റെ കുറച്ച് ബ്ലെൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം ആളുകൾ കാണുന്ന സമയത്ത് പ്രീ ജഡ്ജ് ചെയ്യുന്ന ഒബ്സ്റ്റക്കിൾസ് ആണ്. പക്ഷെ അതിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അത്. ടഫസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ട്രിക്കിയസ്റ്റ് ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് ആണ് കൂടുതൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലും. പിന്നെ അതുപോലെ നമ്മൾ മുന്നേ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു കപ്പിളായിട്ട് വരികയാണെങ്കിൽ യു ക്യാൻ ലൈക്ക് സെറ്റ് യുവർ കിഡ് ദെയർ, നിങ്ങൾക്ക് ഇതിനൊരു സോൺ ഉണ്ടെന്ന്. അതേപോലെ ഇതിനൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഹും ഡു യു സജസ്റ്റ് ദിസ് ടു? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ സജസ്റ്റ്. ബിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആണെന്ന് വിചാരിക്കുക, നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നത് സെയിം മെൻ്റൽ പ്രഷർ ആയിരിക്കും. ഒരു ദിവസം നമുക്ക് ആ മെൻ്റൽ പ്രഷർ ഒഴിവാക്കി, അതല്ലെങ്കിൽ നമുക്ക് സംതിങ് ന്യൂ എൻജോയ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകളാണെങ്കിൽ അവർക്ക് പറ്റിയ ഒരു സംഭവമാണ്. കാരണം എന്താ, ഞാൻ വരുന്ന ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തതും ഡിസൈൻ ചെയ്തിട്ടുള്ളതും. സോ ആ 2 years ജേണി എങ്ങനെയാണ് ഇതിനെ ഹെൽപ്ഫുൾ ആക്കുക എന്നുള്ളത് ഗ്രൂപ്പ് ഓഫ് ആളുകൾ വരുമ്പോൾ അവർക്കത് കറക്റ്റ്ലി കണക്റ്റഡ് ആവും. സോ അവർക്ക് വെൽക്കം ചെയ്യാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഈസി ഓപ്ഷൻ ആണ് ഫോർ റിലാക്സിങ്. ഒരു ഓഫീസ് ഔട്ടിങ്ങിനൊക്കെ ബെസ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ കപ്പിൾസിന് ഇതിൽ പങ്കെടുക്കാം, സോളോ ആയിട്ട് വരാം, ടീമായിട്ട് വരാം, ലേഡീസ് ജെന്റ്സ് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ വയസ്സായിട്ടുള്ള ആളുകൾക്ക് വരെ ഇതിൽ വരാൻ പറ്റും. നമ്മൾ 18 ഏജ് പറഞ്ഞു, 2 നിങ്ങൾ എന്തെങ്കിലും ഏജ് പറയുന്നുണ്ടോ? അതായത് ചാലഞ്ചസ് ഇഷ്ടപ്പെടുന്ന, അതല്ലെങ്കിൽ ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഇതിലോട്ട് വരാം. ഈ എഫേർട്ട് ഇടുന്നതും ഇതിന്റെ ബിഹൈൻഡ് ദ സ്റ്റോറി ഇത്രയൊക്കെ കേട്ടിട്ട് ഐ വുഡ് സേ ഇനി കൊച്ചിക്കാര് അടുത്ത സീസണിന് വേണ്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ദാറ്റ്. വൺ മോർ തിങ്, നമുക്ക് ഇത് എവിടെയാണ് ലൊക്കേഷൻ വരുന്നത്? കൊച്ചിയിൽ മാഡി വേഴ്സ് എവിടെയാ? വേർ ഇസ് ഇറ്റ് ഗോയിങ് ടു ഹാപ്പൻ? ഇത് കാക്കനാടാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. കാക്കനാട്. അതെ, കാക്കനാട് എല്ലാവർക്കും ഫീസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് വരുന്നത്. സോ നമ്മുടെ ലൊക്കേഷൻ മാപ്പ് നമ്മൾ വെബ്സൈറ്റിൽ നമ്മൾ സൂൺ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. Okay, nice. The work is going on. Yeah, exactly. ഇടയിൽ നമ്മളെ ഒരാളുടെ കാര്യം മിസ് ചെയ്ത് പോയി. ദ മാഡി യൂണിവേഴ്സിലെ മാഡി. ഇപ്പം ഐ തിങ്ക് ഹി വിൽ ബി ജോയിനിങ് us shortly. മാഡിവേഴ്സിന്റെ ഒരു പ്രധാന ആളെ നമ്മൾ ഇതുവരെ വിളിച്ചില്ല അല്ലേ? സോ മാഡി വിൽ ബി ജോയിനിങ് us എന്ന് പറഞ്ഞു. സോ എത്തിയിട്ടുണ്ടല്ലോ ആള്.
ഹലോ മാഡി, ഹായ്. ഓക്കെ, അതെന്താ നിങ്ങൾ മാഡീനെ കൊണ്ടുവരാനുള്ള പ്രധാന കാരണം എന്താ? മസ്കോട്ട് വേണം നമ്മുടെ മാഡിവേഴ്സിന് എന്നുള്ളത്. നമ്മൾ ബേസിക്കലി ഒരു ഫിഫ വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഷാക്കറുടെ ഒരു സോങ് ഒക്കെ ഭയങ്കര ഫെമിലിയറാണ്. നമ്മൾ അങ്ങനെ വേൾഡ് കപ്പിനൊക്കെ ഓർക്കുന്നത്. അതുപോലെ ഒളിമ്പിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ ഓർക്കുന്നുണ്ട്. സോ ഇതിൽ എന്നും ആളുകൾ ഇതിനെ ഓർക്കണം. അതല്ലെങ്കിൽ മാഡിവേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം ആളുകൾക്ക് വരുന്നത് ഈ ഒരു മാസ്കോട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മാഡിയുടെ യൂണിവേഴ്സിലേക്ക് സണ്ണി ചേച്ചി വരുന്നുണ്ടെന്ന് കേട്ടല്ലോ, ആണോ? എക്സൈറ്റഡ്? മാഡി എക്സൈറ്റഡ്? കൊച്ചിയിലുള്ളവരോട് എന്താ മാഡിക്ക് പറയാനുള്ളത്? കം, ടെൽ ദം ടു കം. സോ ഇത് ഒരു മാഡി, ഇതേപോലെ കുറെ മാഡീസ് നമ്മുടെ മാഡി യൂണിവേഴ്സിലേക്ക് വരുന്നുണ്ടാവും അല്ലേ? സോ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അവരെ വിശേഷിപ്പിക്കുന്നത് മാഡീസ് എന്ന് പറഞ്ഞിട്ടാണ്. സോ മാഡിയുടെ യൂണിവേഴ്സിലേക്ക് വരുന്ന എല്ലാവരും മാഡീസ് ആണ്. ഓ, മാഡി ഫുൾ പവറിലിരിക്കുക. ഞാൻ മാഡ്നെസ് എടുത്തിടാൻ വേണ്ടിയിട്ടുള്ള മൂഡിലാണ് അല്ലേ? അവിടെ ഉണ്ടാവും ഫുള്ള്. ബേസിക്കലി മാഡി നമ്മുടെ ചീഫ് ഹാപ്പിനെസ് ഓഫീസറാണ്. ഓ, സോ അങ്ങനെയാണ് എക്സാക്ട്ലി. സോ അങ്ങനെയാണ് നമ്മൾ മാഡീനെ ഇതിൽ മാഡിവേഴ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ കിഡ്സ് സോണിലായിരിക്കും അതോ പ്ലേ ഏരിയയിൽ എവിടെയായിരിക്കും ഫുൾ മെയിൻ അറ്റൻഷൻ? എവിടെയായിരിക്കും മാഡി ഉണ്ടാവുക? എല്ലായിടത്തും ഫണ്ണ് വേണ്ട എല്ലായിടത്തും നമ്മൾ മാഡി ഉണ്ടായിരിക്കും. ഓക്കെ, നൈസ്. സീ യു ദേർ. അപ്പോൾ നമ്മൾ വി വിൽ ബി ഗിവിംഗ് യു ദ അപ്ഡേറ്റ്സ് അല്ലേ? സൂൺ. താങ്ക് യു സോ മച്ച്. നോ വറീസ്.